നമസ്കാരം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എട്ടയ്യാപുരം എന്ന ഒരു സ്ഥലത്താണ്. നമ്മുടെ കേരളത്തിൻ്റെ മഹാകവി കുമാരനാശാനെ പോലെ തന്നെ തമിഴ്നാടിൻ്റെ ഒരു മഹാകവിയുടെ ജന്മനാടാണ്. അദ്ദേഹത്തിൻ്റെ പേര് മഹാകവി സുബ്രഹ്മണ്യ ഭാരതി എന്നാണ്. തമിഴിലൊന്നടക്കം അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ഭാരതിയാർ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ഇരുനിലയുള്ള ഭവനമാണ് മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയുടെ ജന്മഗൃഹം. ഏതാണ്ട് 200 വർഷ പഴക്കമുള്ള ഒരു ഭവനമാണ്. ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് ഈ ഭവനത്തെ ഒരു മ്യൂസിയമായി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാകവി ഉപയോഗിച്ചിരുന്ന, അദ്ദേഹത്തിൻ്റെ ജീവിതകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുഴുവൻ വസ്തുക്കളും ഇവിടെ നമുക്ക് വന്ന് കാണാവുന്നതാണ്. അദ്ദേഹം ഒരുപാട് കവിതകൾ, ചെറുകഥകൾ എന്നിങ്ങനെ രചിച്ചിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ ചരിത്രം എന്നെഴുതിയാലും മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ചരിത്രമില്ല, എഴുതാനാവില്ല. മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയുടെ ജനനം 1882 ഡിസംബർ 11-ാം തീയതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം 1921 12-ാം തീയതി. അങ്ങനെ അദ്ദേഹം 39-ാം വയസ്സിൽ മരണപ്പെടുകയായിരുന്നു. ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച മഹാകവി സുബ്രഹ്മണ്യ ഭാരതി പണ്ടുകാലത്ത് തന്നെ അദ്ദേഹം ഐത്യത്തിനോടും തീണ്ടായ്മയോടും എതിര് നിന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവൃത്തികളിലൂടെ അദ്ദേഹത്തിൻ്റെ സമുദായ സംഘടനയായ ബ്രാഹ്മണ സമൂഹത്തിനോട് തന്നെ അദ്ദേഹം ഒരുപാട് വെറുപ്പുകൾ സമ്പാദിച്ചിട്ടുണ്ട്. നിലവിൽ ഈ മ്യൂസിയത്തിനകത്ത് കയറുകയാണെങ്കിൽ അദ്ദേഹത്തെ പറ്റി മുഴുവൻ ചരിത്രങ്ങളും അറിയാം. പക്ഷേ നമുക്ക് അകത്ത് കയറി വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇവിടെ അനുവദിക്കുന്നില്ല. കാരണം ഇതിനു മുമ്പും ധാരാളം പേര് വീഡിയോ ഷൂട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അതിനെ വേറെ രീതിയിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അക്കാരണത്തിനാൽ അദ്ദേഹത്തിൻ്റെ വീട് ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് എടുക്കാം, എന്നല്ലാതെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കത്തില്ല എന്ന് കർക്കശനമായി അവർ പറയുകയുണ്ടായി. മഹാകവിയുടെ ജന്മഗൃഹത്തിൽ പോയി കണ്ട കാഴ്ചകൾ പൂർണ്ണമായും എൻ്റെ പ്രേക്ഷകർക്ക് കാണിക്കാനാവാത്ത ഒരു നിരാശ ഉള്ളിലൊതുക്കിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാക്കുന്നത്. കൂടാതെ തന്നെ എട്ടയ്യാപുരം എന്ന ഈ നഗരത്തിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉറങ്ങുന്ന നഗരം കൂടിയാണ്. മഹാകവിയുടെ ജന്മം കൂടാതെ ഇവിടുത്തെ അന്നത്തെ രാജാവ് എട്ടപ്പൻ എന്ന് പറയുന്ന രാജാവുമായിട്ട് ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെ ഉറങ്ങുന്നുണ്ട്. അതൊന്നും നമുക്ക് പകർത്താനുള്ള സമയം ഇല്ല. അത് പകർത്തണമെങ്കിൽ നമ്മുടെ പഴയ ദളപതി വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്ന അദ്ദേഹത്തിൻ്റെ ചരിത്രവും കൂടി നമ്മൾ കൂട്ടി യോജിച്ച് വായിക്കേണ്ടി വരും. നമ്മൾ എത്തിയിരിക്കുന്നത് സമയക്കുറവ് കൊണ്ടും അത്തരം ചരിത്രങ്ങൾ ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല. അതൊക്കെ മറ്റൊരു എപ്പിസോഡിൽ പകർത്താം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും കേരളത്തിൻ്റെ മഹാകവി കുമാരനാശാനെ പോലെ തന്നെ തമിഴകത്തിൻ്റെ മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയുടെ ഭവനം ഒരു വീഡിയോ ആയിട്ട് ആണെങ്കിലും വെളിയിൽ നിന്ന് ഒരു വീഡിയോ ആയിട്ട് ആണെങ്കിലും ചിത്രീകരിച്ച് കാണിക്കാൻ സാധിച്ചതിൽ സന്തോഷത്തോടെ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എൻ്റെ ഈ പരിപാടി എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.